പിന്നെയാണ് ഈ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവസാനം എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആരും ഇങ്ങനെ ക്ഷുദ്രം ചെയ്യുന്നു. ഈവൻ നമുക്ക് പീരിയഡ്സ് ആവാത്ത ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് പ്രഗ്നൻസിയാണ്. ആക്ച്വലി ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ കുട്ടിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ കുട്ടി നോർമൽ ഡെലിവറി എന്ന് പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ഒരു 36-37 ആഴ്ച ആയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പൊതുവെ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരുമല്ലോ. അപ്പോൾ ഈ കാണാൻ വരുന്നവർ ഇരുന്ന് ഇങ്ങനെ അയ്യോ പ്രസവം മാറി അല്ലേ, പ്രസവം ആയിരുന്നില്ല അല്ലേ, സിസേറിയൻ ആയിപ്പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിടാൻ പറ്റുന്നു. വലിയൊരു യൂട്രസ് എടുത്തിട്ട് അടുത്ത ദിവസം വീട്ടിൽ പോകാൻ പറ്റുന്ന കാര്യം ആലോചിച്ചോ. അപ്പോൾ അതുപോലെ തന്നെ വേദനയില്ല, പിന്നെ ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറവാണ്. നമുക്ക് വേറെ സുഷിരങ്ങൾ അധികം മുറിവുകളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ റെസ്യൂം ചെയ്യാം. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് പോകാം എന്നൊക്കെയുള്ള ട്രാവൽ ചെയ്യാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഞാൻ ഡോക്ടർ മിനുപ്രിയ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, കൊല്ലം. I am Dr. Angela Teresa, pelvic and women's health physio and lactation consultant. പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കേസ് ഒരുപാട് വരുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അതായത് ചെറിയൊരു മൂഡ് ചേഞ്ച്. അത് എല്ലാ സ്ത്രീകളും ഒരുവിധം എനിക്ക് തോന്നുന്നത് 70-75% സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് ചെറിയൊരു ലോ മൂഡ്. അപ്പൊ നമ്മളൊരു പ്രസവം കഴിഞ്ഞൊരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വിചാരം ഒരു ഭയങ്കര സന്തോഷിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. മിക്ക അമ്മമാർക്കും ചെറിയൊരു ലോ മൂഡ്, അത് ആ ഹോർമോൺ കുറയുന്നതിൻ്റെയാണ്. പക്ഷെ വൺസ് കുറച്ചുകൂടെ അത് അതിൻ്റെ ഒരു തോത് കൂടുന്നു എന്ന് തോന്നുമ്പോൾ, അതായത് ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിലാണ് നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യം വരുന്നത്. ഇപ്പം റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ആക്ച്വലി ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ കുട്ടിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ കുട്ടി നോർമൽ ഡെലിവറി എന്ന് പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ഒരു 36-37 ആഴ്ച ആയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾക്ക് പെട്ടെന്നൊരു വോമിറ്റിങ്ങും പെയിൻ, വയറുവേദനയും. നമ്മൾ പ്രസവ വേദനയാണോ എന്ന് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും അല്ല, പ്രീവിയസ് നോർമൽ ഡെലിവറിയാണ്. അങ്ങനെ നമ്മൾ സ്കാനൊക്കെ നോക്കിയപ്പോൾ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അപ്പൊ അത് തിരിഞ്ഞതാണോ അത് ചുറ്റിയതാണോ എന്ന് പെട്ടെന്നൊരു സംശയം. എന്തായാലും മാസം തികഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സിസേറിയനായിട്ട് ചെയ്തു. ബേബിയും വെളിയിലെടുത്തു. ഈ ടോർഷൻ, അതായത് ഓവറിയൻ ടോർഷൻ, അത് റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ കുട്ടി വിചാരിച്ചിരുന്നത് അത് സുഖമായിട്ട് പ്രസവിക്കുമെന്നാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇവന്റ് വരികയും മാസം തികഞ്ഞിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് സിസേറിയൻ ആവുകയും അതുപോലെ തന്നെ ഒരു ഓവറി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഡെലിവറി കഴിഞ്ഞും ഞാൻ വിചാരിച്ചു ഈ വോമിറ്റിംഗ് ടോർഷനും കൊണ്ട് വരാലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ സെറ്റിൽ ആവുന്നില്ല. ഭയങ്കര വോമിറ്റിംഗ്, ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരെ വന്നു. അങ്ങനെ കുറേ ദിവസം നമ്മൾ നോക്കി, ഹോസ്പിറ്റലിൽ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മളിനി എന്തെങ്കിലും മിസ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഒരു സംശയം തോന്നി. ഞാനൊരു ഹയർ ഒപ്പീനിയൻ എടുത്തോളൂ എന്ന് അവരോട് തന്നെ പറഞ്ഞു. അങ്ങനെ റെഫർ ചെയ്തു ഒരു ഹയർ സെൻറ്ററിലേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നോർമൽ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോർമൽ. വീണ്ടും അവിടുന്ന് റിപ്പീറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവിടെയും കുറേ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡാണ് വിളിച്ച് പറയുന്നത്. അതായത് ആൾക്ക് ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിട്ടിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അന്തരീക്ഷമൊക്കെ വന്നപ്പോൾ, അതായത് പുള്ളി അമ്മയുടെ വീട്ടിലോട്ടായിരിക്കും പോയത്. അപ്പോൾ അവിടത്തേക്ക് അന്തരീക്ഷം വന്നപ്പോഴത്തേക്ക് ആരോ പൊതുവെ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരുമല്ലോ. അപ്പോൾ ഈ കാണാൻ വരുന്നവർ ഇരുന്ന് ഇങ്ങനെ അയ്യോ പ്രസവം മാറി അല്ലേ, പ്രസവം ആയിരുന്നില്ല അല്ലേ, സിസേറിയൻ ആയിപ്പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ട്രിഗർ ചെയ്തു. അങ്ങനെ ട്രിഗർ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരോ 1-2 പേര് ഷീ ഫീൽസ് അവരെന്തോ ഇവളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നു എന്നൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നു. ആ ഒരു ട്രിഗറിങ് പോയിന്റിൽ നിന്ന് പിന്നെയാണ് ഈ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവസാനം എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആരോ ഇങ്ങനെ ക്ഷുദ്രം ചെയ്യുന്നു, അങ്ങനെ എന്തോ അങ്ങനെയൊക്കെയാണ് ആരോ സംതിങ് ദേ ഡൂയിങ് അഗൈൻസ്റ്റ് ഹെർ എന്നുള്ള. അങ്ങനെ ഈ പേഴ്സിസ്റ്റന്റ് വോമിറ്റിംഗ് ഏകദേശം ഒരു മാസം, ഡെലിവറി കഴിഞ്ഞ് 1 മാസം വരെ നിന്നു. അങ്ങനെ അവസാനം പിന്നെ ആന്റി സൈക്കാട്രിക് മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ആള് ഓക്കെ ആയത്.
അപ്പോൾ ഇപ്പോൾ ഓക്കെ ആണ്, പക്ഷെ ഷി കംസ് ഫോർ റെഗുലർ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതാ പറഞ്ഞ നമുക്ക് ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഭയങ്കര പ്രോണായിട്ടുള്ള ഒരു ടൈമാണ് ഈ പോസ്റ്റ്പാർട്ടം. അതായത് പ്രസവം കഴിഞ്ഞുള്ള ആ സമയം നമ്മളുടെ ഹോർമോൺസ് കുറയുന്നത് കൊണ്ട് ഭയങ്കര രീതിയിൽ ഈ ഡിപ്രഷന്റെ പ്രോബ്ലംസ് നമുക്ക് വരാം. അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അല്ലാത്ത കേസസ് ആണ് ഈ പറയുന്ന സൂയിസൈഡ് പോലുള്ള പ്രോബ്ലംസിലും കുഞ്ഞിനെ ഹാം ചെയ്യുന്ന പ്രോബ്ലംസിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിനെ, സ്പെഷ്യലി ട്വിൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ വയറിങ്ങനെ ബുമ്മെന്നിരിക്കും അല്ലേ. അപ്പൊ നമ്മള് ഹെർണിയ ആണോ അതോ അതിനെ ഡൈവാരിക്കേഷൻ എന്നാണോ പറയേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് ആസ് എ പെൽവിക് ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഫുൾ ടേം പ്രഗ്നൻസി കടന്നുപോയ എല്ലാവർക്കും ഒരു 50 to 40% ഓഫ് സെപ്പറേഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഒരു ഡയാസ്റ്റസിസ് മസിലിന്റെ സെപ്പറേഷൻ, കണക്റ്റീവ് ടിഷ്യൂ ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡെലിവറി കഴിയുമ്പോഴും ആക്ച്വലി ഇച്ചിരി മസിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. അബ്ഡമൻ, ഓൺലി നോട്ട് അബ്ഡമൻ, ബാക്കും പെല്ലുക്കും എല്ലാം കൂടി ഇതൊരു എക്കോസിസ്റ്റം ആണല്ലോ. നമ്മുടെ ആ പ്രഗ്നൻസി വരുന്ന ആ നടുവിന്റെ വളവും ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കണം. കാര്യം അത് മാറുമ്പോൾ തന്നെ, നടുവ് മാറുമ്പോൾ തന്നെ വയറിന്റെ പ്രഷർ മാനേജ്മെന്റ് മാറും. അവിടുന്ന് നമ്മളുടെ പെൽവിക്കിലേക്കുള്ള സ്ട്രക്ചേഴ്സിന് വ്യത്യാസം വരും. ചിലർക്ക് പ്രൊലാപ്സിലോട്ട് എത്താം, പലരും പല സിംറ്റമായിട്ടാണ് വരുന്നത്. പക്ഷെ ഡയാലിസിസിന്റെ സ്ട്രക്ചേർഡ് റീഹാബ് കൊടുക്കുമ്പോൾ തന്നെ ഒരു പരിധി റെഡി ആവും. പക്ഷെ അവർക്കൊരു വീക്ക്നെസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ചിലർക്ക് നടുവായിരിക്കും വീക്ക്, ചിലർക്ക് നീ ആയിരിക്കും, ചിലർക്ക്. അപ്പോൾ അത് നമ്മൾ അതിന്റെ സ്ട്രെങ്തനിങ് കഴിഞ്ഞതിന് ശേഷം വേണം ഫുള്ളും കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റൂ. വയറിനെ മാത്രം കൺസിഡർ ചെയ്ത ഒരാളുടെ ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആവുന്നില്ല. ഫുൾ ബാക്ക്, പെൽവിക് എല്ലാം കൂടി എക്സസൈസ് സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തു. ഫുള്ളി ട്രീറ്റബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെ ആക്ച്വലി ഏർലി ആണെങ്കിൽ ഓരോ മദറും മനസ്സിലാക്കുക, ഓരോ ഡെലിവറി കഴിഞ്ഞും നമ്മളൊരു അബ്ഡമന്റെ റീഹാബ് ചെയ്തിരിക്കണം. എല്ലാവരും അത് മിക്ക പേഷ്യൻസ് സെക്കൻഡ് മദർ ആകുമ്പോഴാണ് വരുന്നത്. അപ്പൊ കുറച്ചും കൂടി അബ്ഡമൻ മാസ് കുറയും, മസിൽ മാസ് കുറയുന്നു, കുറച്ചും കൂടി ഇത് തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. ചിലപ്പോൾ ഇവർക്ക് ജിമ്മിൽ പോകാൻ പേടിയായിരിക്കും. കാര്യം പെൽവിക് സിംറ്റം ഉണ്ടാവും, യൂറിൻ ലീക്ക് ചെയ്യും, അല്ലെ പ്രൊലാപ്സ് ചെയ്യുന്ന പേടി ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് നേരെ ജിമ്മിൽ പോകത്തുമില്ല, പക്ഷെ വയറും കുറയുന്നില്ല. ഈ ഒരു അവസ്ഥയില്ല ചിലപ്പോൾ ബാക്ക് പെയിൻ ട്രിഗർ ആവും. ഇത് ഡയാലിസിസിന്റെ ഒരു ക്ലിനിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫസ്റ്റ് സൈനാ. എല്ലാവർക്കും ഒരു വിധം ഉണ്ടാവും, പക്ഷെ ഫസ്റ്റിൽ ട്രീറ്റ് ചെയ്ത അത്ര റിസൾട്ട്. ചില ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മൾ കാണാറുണ്ടല്ലോ, ഇങ്ങനെ മസാജ് ചെയ്ത് തിരിച്ച് കയറ്റുന്നത്, അതൊക്കെ ഫേക്ക് ആണെന്ന്. ഇത് ആക്ച്വലി പറയുന്ന ഒരു സ്ട്രക്ചേർഡ് തിങ് തന്നെയാ. ഒരു 3 month അല്ലെ 2 month ഒക്കെ തന്നെ നമുക്ക് വേണ്ടി വരും. ആദ്യം ചിലവർക്ക് അപ്പർ അംബിലിക്കസിന് മേളിലാണെങ്കിൽ നമ്മൾ ബ്രീത്ത് കറക്ഷൻ, പാറ്റേൺ ഓഫ് റിബ്സ്, അതിന്റെ ഋതം ഒക്കെ മാറ്റിക്കൊണ്ടിരേണ്ടി വരും. പിന്നെ താഴോട്ടാണ് വീക്ക്നെസ് എങ്കിൽ കുറച്ചുകൂടി വയറ്, നടുവ്, പെൽവിക് ഒക്കെ കൂടി. അപ്പൊ സിംറ്റം അവർ പറയും ലീക്ക് ആവുന്ന, അല്ലെങ്കിൽ പെയിൻഫുൾ ഇന്റർകോഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രൊലാപ്സ് പോലെ വരുന്നു. ദേ വിൽ ടെൽ സിംറ്റം ഡിഫറെന്റ് ആയിരിക്കും. രണ്ടും രണ്ട് സ്ട്രക്ചർ ഓഫ് ട്രീറ്റ്മെന്റ്. കൂടുതലും ഇതൊരു ഹെർണിയിലേക്ക് പോകുന്ന കണ്ടേക്കുന്ന ട്വിൻ പ്രഗ്നൻസി, ഒരു 45 മദർ, അല്ലെങ്കിൽ ഒരു 2 ഡെലിവറി കഴിഞ്ഞ് ഒരു സർപ്രൈസ് പ്രഗ്നൻസി, മൂന്നാമതൊരു 45 40 ഒക്കെ വരുന്ന കേസിലൊക്കെ കുറച്ചുകൂടി സർജിക്കലിലോട്ട് പോവേണ്ടി വരാറുണ്ട്. പക്ഷെ ഏർലി ആയിട്ട് ഒരുവിധം ഇപ്പം സെറ്റിൽ ആവുന്നവർ ഫസ്റ്റ് ടു സെക്കൻഡ് ഡെലിവറി വന്നാൽ സെറ്റിൽ ആവും ടൈം പീരീഡിൽ. മാഡം ഒരു ലാപ്രോസ്കോപ്പി സർജൻ ആണല്ലോ. അപ്പൊ ഈ യൂട്രസ് റിമൂവൽ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പലരും പറഞ്ഞു. ലാപ്രോ ചെയ്താൽ അത്രയും ക്ലിയർ റിമൂവൽ ഉണ്ടാവില്ല എന്ന്. ഇതിനെ കുറിച്ച് എന്താണ് മാഡത്തിന്റെ ഒരു? അതൊരു മിസ്കൺസെപ്ഷൻ ആണ്, അതൊരു ഫോൾസ് നോഷനാണ്. ശരിക്കും പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ ചെറിയ സുഷിരങ്ങളിലൂടെ ക്യാമറ ഇട്ട് വയറിനുള്ളിൽ ഒരു ഗ്യാസ് നിറച്ച് യൂട്രസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്ന സർജറിയാണല്ലോ. ഇതേ സംഭവം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ എങ്കിലും ഉള്ള ഒരു ഇൻസിഷൻ ഇട്ട് വയറ് തുറന്ന് യൂട്രസ് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ കയ്യിലിരിക്കുന്ന യൂട്രസിനെ കാട്ടിയും ക്ലാരിറ്റിയിൽ, നമുക്കൊരു 5 times ക്ലാരിറ്റിയിൽ നമുക്ക് ലാപ്രോസ്കോപ്പിലൂടെ ഇമേജ് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം വളരെ ചെറിയ വെയിൻസ്, ചെറിയ ബ്ലീഡേഴ്സ് വരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. കറക്റ്റ് ആയിട്ട് ടിഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഓരോ ചെറിയ ടിഷ്യൂ നമ്മൾ ഇന്ന ടിഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് സർജറീസ്, അതായത് ഒട്ടലുകളുള്ള സർജറീസ്, അല്ലെങ്കിൽ ഇപ്പം 2 സിസേറിയൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രീവിയസ് വലിയ ലാപ്രോട്ടമി അല്ലെ വലിയ സർജറീസ് ഒക്കെ വയറിൽ തന്നെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഡെഫിനറ്റ്ലി ലാപ്രോസ്കോപ്പിയാണ് ബെറ്റർ ചോയ്സ്. പിന്നെ എനിക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡോക്ടർ ഇത് മൊത്തം എടുക്കുവോ? ഇപ്പൊ ഒരുവിധം ഒരു സൈസൊക്കെ ഉള്ള യൂട്രസ്, ഒരു 4 months പ്രഗ്നൻസി അല്ലെ 5 months പ്രഗ്നൻസി, അത്രയൊക്കെ സൈസ് ഇരിക്കുന്ന 20 ആഴ്ചയുടെ സൈസൊക്കെ ഉള്ള യൂട്രസ് ആണെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്
ഇത് മൊത്തത്തിൽ എടുക്കാൻ പറ്റുമോ, അല്ല ഇത് പകുതി അകത്ത് വെച്ചാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലാപ്രോസ്കോപ്പിയിൽ ദ വിഷൻ, നമുക്ക് ആ കിട്ടുന്ന വിഷൻ ക്യാമറയിലൂടെ, ഹൈ ഡെഫിനിഷൻ ക്യാമറയിലൂടെ അല്ലെ 3D സിസ്റ്റം 3D ക്യാമറയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നതിലും ബെറ്ററാണ്. അപ്പം നമുക്ക് കോംപ്ലിക്കേഷൻസ് ആക്ച്വലി ഈ ബവൽ അല്ലെങ്കിൽ അതായത് കുടലിനുണ്ടാവുന്ന പ്രോബ്ലംസ്, മുറിവുകൾ, അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന മുറിവുകളൊക്കെ ലാപ്രോസ്കോപ്പിയിൽ താരതമ്യേന കുറവാണ് ഓപ്പൺ സർജറിനേക്കാൾ. ഇൻസിഷൻ ചെറുതാണ്, കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. റിക്കവറി പെട്ടെന്നാണ്, 10 ദിവസം കൊണ്ട് അല്ലെ ഒരു സെക്കൻഡ് ഡേ നമുക്ക് വീട്ടിൽ വിടാൻ പറ്റുന്നു. വലിയൊരു യൂട്രസ് എടുത്തിട്ട് അടുത്ത ദിവസം വീട്ടിൽ പോകാൻ പറ്റുന്ന കാര്യം ആലോചിച്ച് നോക്കി. അപ്പൊ അതുപോലെ തന്നെ വേദനയില്ല, പിന്നെ ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറവാണ്. നമുക്ക് വേറെ സുഷിരങ്ങൾ അധികം മുറിവുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ റെസ്യൂം ചെയ്യാം. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് പോകാം എന്നൊക്കെയുള്ള, ട്രാവൽ ചെയ്യാം, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ലാപ്രോസ്കോപ്പി ഒരു ഓപ്പൺ സർജറി എന്നുള്ള ഒരു പ്രോസസ്സിനെക്കാട്ടിയും വളരെ മേലെ നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് ഓപ്പൺ ചെയ്തേ ആവശ്യം വരാം, ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരാം. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുകയല്ല. ബട്ട് ഇപ്പോൾ ഞാനിപ്പം തുടങ്ങിയിട്ടൊരു, എനിക്കൊന്ന് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 7-8 കൊല്ലം ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു 8 കൊല്ലത്തിനുള്ളിൽ ഞാൻ അധികം കേസസ് ഓപ്പൺ ചെയ്യേണ്ടി വരാറില്ല. മോസ്റ്റ്ലി എല്ലാ കേസസും നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടുള്ള അമ്മമാർ പറഞ്ഞിട്ട് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം പ്രഗ്നൻസി. ശരിക്കും അങ്ങനെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു തെറ്റായ കോൺസെപ്റ്റാണ്. നമ്മളൊരു പ്രഗ്നൻസിയിൽ ഒരു നോർമൽ BMI ഉള്ള, അതായത് നോർമൽ വെയിറ്റ് ഉള്ളൊരു കുട്ടി ശരിക്കും ഒരു 10 to 12 kg ആണ് കൂടേണ്ടത്, 10-12 കിലോ. പക്ഷെ നമ്മളൊക്കെ മിക്കവാറും എല്ലാവരും വണ്ണം കൂടുതലുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള കേസസിൽ, അതായത് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ, അമ്മമാർ ശരിക്കും ഒരു 5 തൊട്ട് 8 കിലോ വരെ കൂടിയാൽ മതി. പക്ഷെ നമ്മളെന്താ ചെയ്യുക, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അത് വെയിറ്റ് കുറവുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു 15 കിലോ വരെയൊക്കെ വേണമെങ്കിൽ കൂട്ടാം, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ്. ഈ ഫേസിൽ എല്ലാവരും ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ അടുത്ത തവണ ഭക്ഷണം കഴിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുന്നത്. അല്ലാതെ വർക്കൗട്ട് ചെയ്യുക, റൊട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുക ഒന്നും ചെയ്യാറില്ല. അപ്പൊ എന്താ പറ്റുന്നത്, നമുക്ക് അമിതമായ വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയിൽ 10, 20, 30 കിലോ കൂടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ച് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടീഡിയസ് ടാസ്ക്കാണ്. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഗെയിൻ വേണം. പക്ഷേ വെയിറ്റ് ഗെയിൻ നമ്മൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ന്യൂട്രീഷണലി കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, ഗുഡ് ഫാറ്റ്സ്, ആവശ്യത്തിന് മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റി അത്രയും കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വിൽ കോസ് എ ലോട്ട് ഓഫ് ഡിസ്ട്രെസ് ഓൺ ദ മദർ. അത്രയും ഭക്ഷണം കഴിപ്പിച്ചിരിക്കും. അപ്പോൾ വെയിറ്റ് അത്രയും കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അത്യാവശ്യം വെയിറ്റ് ഗെയിൻ മതി. 10 to 12 kg ഇസ് ദ ഐഡിയൽ വെയിറ്റ് ഗെയിൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ പ്രഗ്നൻസി തന്നെ വേറൊരു പ്രൊഫഷനിലുള്ള റെഫറൻസ്, എസ്പെഷ്യലി ഇപ്പൊ ന്യൂട്രീഷൻ റെഫറൻസ് അങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ഡയറ്റീഷ്യൻ അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഒരു ന്യൂട്രീഷണൽ എക്സ്പേർട്ട് വേണം. വി ഹാവ് ടു ടെൽ ദം എന്താണ് കഴിക്കേണ്ടത്. അതും അവർക്ക് മാത്രമല്ല, നമ്മൾ എസ്പെഷ്യലി ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് അമ്മമാരിൽ ഡയബറ്റിസ് കണ്ടെത്തുന്നവർക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ഇവരെ എന്തായാലും കാണിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുക്കണം. കാരണം അവർ നോർമൽ ഡയറ്റ് അല്ല കഴിക്കേണ്ടത്. അവരുടെ ഡയറ്റ് സംതിങ് കോൾഡ് മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി. അതായത് ന്യൂട്രീഷൻ തന്നെയാണ് ആ മെഡിസിൻ ആവുന്നത്. അതായത് എന്താ പറയുക, നമ്മുടെ ഷുഗേഴ്സ്, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഷുഗേഴ്സ് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഡിക്കൽ ന്യൂട്രീഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ടൈമിൽ പറഞ്ഞു കൊടുക്കുക. 3 സ്നാക്സ് അല്ല 3 മെയിൻ മീൽസും അതിൻ്റെ കൂടെ 3 സ്നാക്സും, ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ എവരി 2-3 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാം. പക്ഷെ അളവ് കുറച്ച്, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. പക്ഷെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള, അതായത് തവിട് കൂടിയ അരി കഴിക്കുക, പ്രോസസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ കഴിക്കാനായിട്ടുള്ള
ഗ്രെയിൻസ് ആയാലും പ്രോസസ്ഡ് അല്ലാത്ത ഗ്രെയിൻസ് കഴിക്കാനായിട്ട് നോക്കണം. സ്നാക്കിംഗ് ആയാലും ഹെൽത്തി സ്നാക്കിംഗ് ആണ്. അതായത് നമ്മൾ മധുരം അധികം ഇല്ലാത്ത കടല, പയറ് പുഴുങ്ങിയത് അങ്ങനത്തെ സ്നാക്സിലേക്ക് പോകണം. അല്ലാതെ പാക്കറ്റ് പൊട്ടിച്ച് ഡയറക്റ്റ്ലി കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റൽസിലെ ഈ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ചാർട്ടും പിന്നെ എക്സസൈസ് ചാർട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു ജനറലൈസ്ഡ് ആണ് നമ്മുടെ ഡയറ്റും എക്സസൈസും എന്ന് വിചാരിക്കുന്നുണ്ട്? അല്ല, അത് ശരിക്കും അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓരോ പേഷ്യന്റിന്റെ BMI-യും അവരുടെ ഹൈറ്റും വെയിറ്റും അവരുടെ മെറ്റബോളിക് പ്രൊഫൈലും അവരുടെ കോമോർബിഡിറ്റീസ് അസുഖങ്ങളും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ശരിക്കും ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഡയറ്റ് ചാർട്ട് കൊടുത്ത് വിട്ടിട്ട് ഇന്നത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വലിയ അർത്ഥമില്ല. അതും മാത്രമല്ല, നമുക്ക് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ സംഭവമായിരിക്കും. നമ്മള് അതെ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് ചെയ്യാൻ പറ്റണം. ഒരു ഡയറ്റ് എടുക്കുന്ന ഒരാള്, പ്രഗ്നൻസിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പം ഡയറ്റ് എടുക്കാൻ പറ്റുന്നത് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഡയറ്റ് എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിൾ ഡയറ്റ്. അപ്പൊ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ഡയറ്റ് എടുക്കാൻ പറ്റും, സസ്റ്റൈനബിൾ ഡയറ്റ്. അപ്പൊ നമ്മള് ബിരിയാണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അപ്പൊ നമ്മളത് എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു ബിരിയാണി കഴിക്കാമെന്നും നമ്മൾ പഠിക്കണം. സോ അതാണ് ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. ഹെൽത്തി ഈറ്റിംഗ് മാത്രമല്ല, അതൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ടൈമിൽ മാത്രമല്ല, ഉടനീളം ലൈഫിലുടനീളം വേണ്ട ഒരു പ്രോസസ്സാണ്. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് 45 ഡേയ്സിലൊരു ചെക്കപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചില പേഷ്യൻസ് പറയാറുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ താഴേക്ക് ഒരു ഭാരം പോലെ തോന്നുന്നു. വിസിബിളി ബൾജിങ് ഒന്നും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര ആങ്ഷ്യസ് ആവുകയാണ് ബേബി ലിഫ്റ്റ് ചെയ്തൊരു ഈവനിങ് ഒക്കെ ആകുമ്പം. അപ്പൊ എപ്പോഴും അവർ 45 അല്ലെങ്കിൽ ഡേയ്സ് കഴിഞ്ഞ് ഗൈനക്കിന്റെ അടുത്ത് പിന്നെ ഒരു അപ്പോയിന്റ്മെന്റ് പോലെ ഇനിഷ്യൽ 45 ഡേയ്സിൽ അവർ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒന്ന് അവർക്ക് എന്തെങ്കിലും അവരുടെ നമ്മളിപ്പം മുറിവുകൾ ഇടുമായിരിക്കും. ചിലപ്പോൾ സിസേറിയൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ താഴെ മുറിവുകളുണ്ട്. അപ്പൊ ആ മുറിവുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ വെജൈനലായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സെക്കൻഡ് തിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കോൺട്രസെപ്ഷൻ അഡ്വൈസ് ആണ്. അതായത് ഇനി ഇപ്പൊ ഉടനെ ഒരു പ്രഗ്നൻസി ആകരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം മിനിമം ഏജ് ഒരു 2 years, 1.5 to 2 years ആണ്. ഇപ്പൊ സിസേറിയൻ കഴിഞ്ഞായാലും ഐ വുഡ് സേ നോർമൽ ഡെലിവറി കഴിഞ്ഞായാലും അത്രയും ഒരു ഹെൽത്തി ഗ്യാപ്പ് എടുക്കണം. നമ്മൾ ഉടനെ അടുത്ത ഗർഭങ്ങളാവുമ്പോൾ നമ്മളുടെ ജനറൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡീറ്റോറിയേറ്റ് ചെയ്യും. അടുത്തടുത്ത പ്രസവങ്ങൾ വരുമ്പോൾ ഇപ്പൊ 1 വർഷം ഗ്യാപ്പ് ഇടുക. ഇപ്പൊ കുഞ്ഞിന് 1 വയസ്സേ ആവുള്ളൂ, അപ്പൊ കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അമ്മ അടുത്ത പ്രഗ്നന്റ് ആവുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പം ഈ പേഷ്യന്റിന്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഹോർമോൺ ക്ലാഷ് ആണ്. അവർക്ക് പലരും MTP ചെയ്യണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഡെലിവറി വേണ്ട, കുഞ്ഞിന് 6 മാസേ ആയിട്ടുള്ളൂ, 7 മാസേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്മൻസ് പ്രഷർ ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പം ഒരു കുട്ടി ഇത്രയും അടുത്ത കുട്ടിയാവുന്നു. അപ്പൊ മെയിൻലി നമ്മൾ കോൺട്രസെപ്ഷൻ അഡ്വൈസ് ആണ് ഈ ഒരു 45 ഡേയ്സിൽ പറഞ്ഞു കൊടുക്കും. നമ്മൾക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് കോപ്പർട്ടി ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇംപ്ലനോൺ വന്നിട്ടുണ്ട്, നമ്മളത് ഇൻട്രാഡെർമലി ഇടുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ടാബ്ലറ്റ്സ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉപയോഗിക്കുക. സോ ദാറ്റ് നമുക്ക് കുറച്ച് നാളത്തേക്ക് അതൊരു ഇതായിട്ട് കിട്ടും, കുറച്ച് നാളൊരു ഗ്യാപ്പ് കിട്ടും. മദേഴ്സ് ഡെലിവറി കഴിഞ്ഞ് ഒരു ഇറഗുലർ പീരീഡ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എത്ര നാള് വരെ പീരീഡ്സ് ഇറഗുലർ ആവാം? ഇറഗുലർ പീരിയഡ്സ് എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് നാളധികം ചിലർക്ക് കാണാറുണ്ട്. ഒരു അപ് ടു ഇയർ ചിലപ്പോൾ അബ്നോർമൽ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആദ്യത്തെ 90 ഡേയ്സ് നമുക്ക് ഓഫ് ആൻഡ് ഓൺ സ്പോട്ടിങ് ഒക്കെ കാണാം, ചില ഇറഗുലർ ബ്ലീഡിങ് കാണും. പക്ഷെ 90 ഡേയ്സ് കഴിഞ്ഞാൽ ചിലർക്ക് റെഗുലർ ആയിട്ട് വരുന്നവരും ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു വെയിറ്റ് ഗെയിൻ കാണും. പിന്നെ നല്ല ഫുള്ളി ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും, അതായത് നല്ല പാല് കൊടുത്തോണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പീരീഡേ ഉണ്ടാവാത്തൊരവസ്ഥ പോകാം. 1 വർഷം വരെ ഒക്കെ ചിലത് അത് അങ്ങനെ നിൽക്കും. അപ്പൊ നല്ലതായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ. പക്ഷെ ചിലപ്പോ റെഗുലർ ആയിട്ട് വരുന്നതായിട്ടും കാണാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കോൺട്രസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. ഈവൻ നമുക്ക് പീരിയഡ്സ് ആവാത്ത ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് പ്രഗ്നൻസി ആകാം. കാരണം ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഓവുലേഷൻസ് സംഭവിക്കുന്നുണ്ടാവും. പേഷ്യന്റ് ഇപ്പം സെക്ഷൽ കോണ്ടാക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഷീ ക്യാൻ ഗെറ്റ് പ്രഗ്നന്റ്. അപ്പൊ അത് അത് അങ്ങനെ വിചാരിച്ചിരുന്ന അങ്ങനെ വരുന്ന ഒത്തിരി കേസസ് ഉണ്ട്. അറിയാതെ പോയി. ഇപ്പൊ റീസെന്റ് എനിക്കൊരു പേഷ്യന്റ് വന്ന്, ആൾ 5ാം മാസത്തിലാണ് അറിയുന്നത് ദാറ്റ് ഷീ ഈസ് പ്രഗ്നന്റ്. മൂത്ത കുട്ടിക്ക് ഏകദേശം 8 മാസം 9 മാസം ഒക്കെ ഉള്ളൂ. അപ്പൊ അതുവരെ ഇച്ചിരി ഒരു വണ്ണമുള്ള ആളാണ്. പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് പ്രഗ്നന്റ് അല്ല എന്നാണ്. അപ്പൊ കുറെ നാളായിട്ട് പീരീഡ് ആവുന്നില്ല, ചുമ്മാ ചെക്കപ്പിന് വന്നതാ. വന്നപ്പോ എനിക്ക് വയറ് തൊട്ട് നോക്കിയപ്പോ നല്ല സൈസ് തോന്നി.
ഞാൻ വിചാരിച്ചു ഫൈബ്രോയിഡോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് ഞാൻ സ്കാനിന് വിട്ടപ്പോഴത്തേക്ക് ബേബി പ്രഗ്നൻസി. ഇറഗുലർ പീരീഡ്സ്. അപ്പൊ ആ സമയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രഗ്നൻസി ചിലപ്പോൾ അറിയാതെ പോകും എന്നുള്ളൊരു ഫാക്ട്. ഈ പോസ്റ്റ്മോർട്ടം ഇന്റിമസിയില് പെയിൻഫുൾ ആയിട്ടുള്ള ഇന്റിമസി കുറച്ച് പേർക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു ഡെലിവറിയുടെ ഒരു ട്രോമ പറയാം. അപ്പൊ എങ്ങനെയാ നമ്മൾ അതിനൊന്ന് ട്രീറ്റ് ചെയ്യാൻ? അവരാരെയാണ് യൂഷ്വലി ഒരു അപ് ടു 3 months ചിലപ്പം ഫിസിക്കൽ ഇന്റിമസി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അപ്പൊ നമ്മൾ അത് അഡ്വൈസ് ചെയ്യാറില്ല ആദ്യത്തെ 3 മാസം. കാരണം ദിൽ ബി സ്റ്റിച്ചസ്, കുഞ്ഞ് ചെറുതായിരിക്കും, ഫുള്ളി ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും, പിന്നെ സ്റ്റിച്ചിന്റെ ഭാഗമൊക്കെ ചിലപ്പം നല്ല പെയിൻഫുള്ളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ 3 മാസം കഴിയുമ്പോഴത്തേക്ക് ദേ ക്യാൻ സ്റ്റാർട്ട് ഹാവിങ് കോണ്ടാക്ട്. പക്ഷേ കോണ്ടാക്റ്റിലേക്ക് പോകുമ്പം ഒരു ഭയപ്പാട് വരും. നോർമൽ ഡെലിവറി, സ്പെഷ്യലി നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഇതിനി പെയിൻഫുൾ ആയിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ നേരത്തെ സെക്ഷൽ കോണ്ടാക്ട് ഓക്കെ ആയിരുന്നു, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ഇത് അവർ ടൈഡ് ഓവർ ചെയ്യും. നമ്മൾ അവരെ നന്നായിട്ട് കൗൺസിൽ ചെയ്യുക, ഇത് കുഴപ്പമില്ല, സ്റ്റിച്ചസ് ഓക്കെ ആണ്, അത് ജസ്റ്റ് ഒരു ഭയമാണ് എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ലൂബ്രിക്കന്റ് ജെൽസ് നമ്മൾ കൊടുത്ത നല്ല എഫക്റ്റീവ് ആയിരിക്കും. അലോവേര ബേസ്ഡ് അല്ലാത്ത ടൈപ്പ് ഓഫ് ജെൽസ് അവൈലബിൾ ആണ്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഭയങ്കര നല്ലതാണ്, അപ്പൊ ആ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കൊടുക്കാം, അങ്ങനത്തെ അഡ്വൈസസ് നമുക്ക് കൊടുക്കാം. പിന്നെ ബേസിക്കലി അതൊരു എന്താ പറയാ, ഒരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഒൺലി തിങ് ഇസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ഹാവ് ടു മീറ്റ് സംവൺ, ഒരാളെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഈ ബർത്ത് ട്രോമ എന്നൊരു ടേം ഇപ്പൊ കേൾക്കുന്നുണ്ട്. പ്രിവെന്റബിൾ ആണോ, എന്താണ് ട്രോമ എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു അറിവും ഇല്ലാതെ ഒരു ലേബർ റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ വരിക, എല്ലാവരും കുറെ PV ചെയ്യുന്നു, അടുത്തടുത്ത ഇന്റർവെൻഷൻസ് ചെയ്യുന്നു, പെട്ടെന്ന് പ്രസവിക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ പ്രസവം ഇല്ല സിസേറിയനായി പോകും, എന്തെങ്കിലും ഒരു അവസ്ഥ, ആ ഓൾ പ്രോസസ് അൺനോൺ ആയിട്ട് പോകുന്നതാണ് പ്രശ്നം. നമ്മൾക്ക് അതിൽ അറിവുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെയാണ് പ്രസവം നടക്കുക എന്നുള്ളത് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ ട്രോമ എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു വേർഡാണല്ലേ, എന്ത് പറഞ്ഞാലും നമ്മളത് ട്രോമയായിട്ട് നമ്മളത് അങ്ങ് മാറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെപ്പറ്റി അറിവുണ്ടാക്കി മുന്നോട്ട് പോകും. അപ്പൊ പിന്നെ ഉള്ളത് പെയിൻ മാനേജ്മെന്റ്. ഈ പെയിൻ, എനിക്കിപ്പോ റീസെന്റ് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ആദ്യത്തെ നോർമൽ ഡെലിവറിയാണ്. പക്ഷെ ആ നോർമൽ ഡെലിവറിയിലൂടെ ഗോ ത്രൂ ചെയ്ത് ആള് പെട്ടെന്ന് ഡെലിവറി ചെയ്തു കേട്ടോ. ഒരു വിതിൻ എനിക്ക് തോന്നുന്നൊരു 1-2 മണിക്കൂറിനുള്ളിൽ പ്രസവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പ്രസവം, പ്രഗ്നൻസി ഉടനെ അങ്ങ് ആയിപ്പോയി. അപ്പൊ കുഞ്ഞിനെ മൂത്ത ആൾക്ക് എനിക്ക് തോന്നുന്നു 1.5 വയസ്സായപ്പോഴത്തേക്ക് ഷി ബിക്കേം പ്രഗ്നന്റ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എന്തായാലും നോർമൽ ഡെലിവറി വേണ്ട, കാരണം എനിക്ക് ആ ഇവന്റ് ആ 2 മണിക്കൂർ എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. അപ്പൊ നമുക്കത് എപ്പിഡ്യൂറൽ കൊടുക്കാനുള്ള ഒരു ടൈം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഇവന്റ് ഭയങ്കര ട്രോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഇനി നോർമൽ ഡെലിവറി വേണ്ട. അപ്പൊ ഇതേ ആള് എന്താ പറ്റിയെന്ന് വെച്ചാൽ മാസം തികഞ്ഞ് ജസ്റ്റ് ഒരു നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ടൈമൊന്നും ആയില്ല, ഒരു 38 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ലീക്കിംഗ് ആയിട്ടോ പെയിൻ ആയിട്ടോ വന്നു. ഈ പെയിൻ ആയിട്ട് വന്ന ആള് പ്രസവിക്കട്ടെ എന്നല്ലേ നമ്മൾ നോർമലി ചിന്തിക്കുക. ഇദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്, ചെയ്തേ പറ്റുള്ളൂ, സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഓൾറെഡി 4 to 5 സെന്റിമീറ്റർ ഇനി എങ്ങനെയാ ചെയ്യുക, നീ ഇപ്പൊ പ്രസവിക്കണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല, PV നോക്കാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര അൺകോപ്പറേറ്റീവായി. പിന്നെ ഹസ്ബൻഡും എല്ലാം, അവരെല്ലാം ഇദ്ദേഹത്തിനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ എല്ലാം കൂടെ നിർത്തി അവരും പറഞ്ഞു മാഡം ചെയ്യും. അങ്ങനെ അവസാനം ഞാൻ സിസേറിയൻ ചെയ്തു ആ കുട്ടിക്ക്. അപ്പോൾ ആ പ്രീവിയസ് പെയിൻ, ആ ഒരു ട്രോമ പലർക്കും പെർസിസ്റ്റ് ചെയ്യും. വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചിലര് ഇനി ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്ന ചിലര് കുറെ വർഷം കഴിഞ്ഞിട്ട് വരുമ്പം അവർക്കത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഉടനെ അടുത്തടുത്ത പ്രഗ്നൻസീസ് ആവുമ്പോഴാണ് ഇതൊരു ട്രോമാറ്റിക് ഇവന്റ് ആവുന്നത്. ഇപ്പൊ ഒരു PV ചെയ്യാൻ ആസ് എ ഗൈനക്ക് ഒരു ഡയഗ്നോസ് പർപ്പസിൽ നോക്കുമ്പോൾ ജെന്റിലായിട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പൊ സ്വീപ്പ് ചെയ്യാൻ അല്ലെങ്കിലും ഇപ്പൊ കോപ്പറേറ്റ് ചെയ്തൊരു പേഷ്യന്റ് ആകുമ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആവുന്നു? ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പേഷ്യൻസ് എല്ലാം പല പല മീഡിയാസിലൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ PV ചെയ്യുന്നത് ഭയങ്കര പേടിയായിട്ട് വരുന്നവരുണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും എന്നുള്ള കോൺസെപ്റ്റിലാണ് പലരും വരുന്നത്.
അപ്പോൾ നമ്മളിത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഇടുന്ന 2 ഫിംഗറാണ്, വി ജസ്റ്റ് യൂസിങ് 2 ഫിംഗേഴ്സ്. അപ്പോൾ ഈ ഫിംഗർ ഇടുന്നതുകൊണ്ട് നമ്മുടെ വെജൈനക്കകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇവരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ കിടക്കണം, യു ഹാവ് ടു ബി റിലാക്സ്ഡ് എന്നുള്ളത് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി മിക്ക പേഷ്യൻസും കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഒൺലി തിങ് ഈ ഭയം പലരും പറഞ്ഞതായിരിക്കാം, മറ്റുള്ള ഫ്രണ്ട്സ് പറഞ്ഞതായിരിക്കാം. അപ്പൊ പലരുടെയും പ്രഗ്നൻസി ജേർണീസ് വെച്ചിട്ടാണ് അവരുടെ പ്രഗ്നൻസി ജേർണി അസസ് ചെയ്യുന്നത്. അത് മാറണം. എല്ലാവരുടെയും പ്രഗ്നൻസി ജേർണി ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡക്ഷൻ ആൻഡ് സ്പോണ്ടേനിയസ് ഡെലിവറി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഇതൊരു വലിയ ഫൈറ്റ് ആണ് അല്ലേ? മാങ്ങ തന്നെ പഴുക്കണോ അതോ പഴുപ്പിക്കണോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ റീസെന്റ് ഒരു മെറ്റസെൻട്രിക് ട്രയൽ വന്നിട്ടുണ്ട്, അറൈവ് ട്രയൽ എന്നാണ്. അപ്പൊ അറൈവ് ട്രയലിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പോണ്ടേനിയസ് ഓൺസെറ്റ്, അതായത് ഡെലിവറി പ്രസവം സ്വയം തുടങ്ങുന്നതും ഇൻഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ്, അതായത് പ്രസവം ആക്കാനായിട്ട് 39 ആഴ്ചയിൽ നമ്മൾ ട്രൈ ചെയ്യുന്ന പേഷ്യൻസിന് ഡെലിവറി റേറ്റ് സിസേറിയനിലേക്ക് പോകാനുള്ള ചാൻസ് ആണല്ലോ എല്ലാവരും പറയുന്നത്. ആ റേറ്റ്സ് കുറവാണെന്നാണ് കണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ കുഞ്ഞുങ്ങൾ ICUലാവുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയി പ്രസവിപ്പിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് വരുന്നു എന്നുള്ള പ്രോബ്ലംസും അറൈവ് ട്രയലിൽ പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് അത് കുറവാണെന്ന്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഇൻ 39 വീക്സ് അറ്റ് 39+ വീക്സ്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യാറുണ്ട് 38 വീക്സിലും 37 വീക്സിലും ഒക്കെ. ഇപ്പം ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, BP ഉള്ള പേഷ്യൻസിന്, ഷുഗർ ഉള്ള പേഷ്യൻസിനൊന്നും നമുക്ക് അത്രയും ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഓപ്റ്റിമം ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ ഇൻഡ്യൂസ് ചെയ്ത് എടുക്കാറുണ്ട്. സോ ഇൻഡക്ഷൻ ഇസ് ഗുഡ്. ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എലക്റ്റീവായിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, എലക്റ്റീവായിട്ടുള്ള ഇൻഡക്ഷൻസ്. അതാകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എല്ലാവരും ഉള്ള ടൈമിൽ ഡെലിവറി. കാരണം ഡെലിവറി എപ്പോഴാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വിതിൻ സെക്കൻഡ്സ് ആയിരിക്കും ഒരു PPH വരുന്നത്. ഈ PPH വന്നാൽ ആദ്യത്തെ ഒരു 3-4 മിനിറ്റിൽ തന്നെ ഈ ഒരു മേജർ ബ്ലഡ് വോളിയം അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആയിക്കൂടെ 5 ലിറ്റർ ബ്ലഡ് ആവുള്ളൂ, അതിലൊരു 2-3 ലിറ്റർ ആദ്യത്തെ ഒരു 4 മിനിറ്റിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇത്ര ഇന്റർവെൻഷൻസ് ചെയ്യണം. അതിന് നമുക്ക് ഒത്തിരി ആൾക്കാർ വേണം അല്ലേ? അപ്പൊ രാത്രികാല പ്രസവങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ഇൻഡക്ഷനിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക, സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യും.